ലൂമിനസ് PSC ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അശ്വതി. നമുക്ക് ഇപ്പോൾ LDC LGS ഒക്കെ സിലബസ് വരാനിരിക്കുന്നു. ഏതായാലും പ്രിലിംസ് ഉണ്ടായില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സിലബസ് ഏത് തന്നെയായാലും 1857 വിപ്ലവം എല്ലാ സിലബസ് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 1857 വിപ്ലവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. 1857 വിപ്ലവത്തിന് മറ്റൊരു പേരാണ് ശിപ്പായി ലഹള എന്ന് അറിയപ്പെടുന്നത്. ശിപ്പായി ലഹള എന്ന് പറഞ്ഞ, അതുപോലെ തന്നെ ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന ഇതാണ് 1857 വിപ്ലവമാണ്. ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടാൻ കാരണം എന്താണ്? അന്നത്തെ ഗ്രാമങ്ങളിൽ ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ ചപ്പാത്തിയിൽ കലാപകാരികൾക്കുള്ള രഹസ്യ വിവരങ്ങളൊക്കെ ഈ ചപ്പാത്തിയിൽ എഴുതിയായിട്ട് രാത്രിയിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൈമാറിയിരുന്നു. അങ്ങനെ രഹസ്യങ്ങൾ ചോർത്തിയിരുന്നത് ചപ്പാത്തിയിൽ എഴുതിയായിരുന്നു. അത് കാരണം ഇതെന്താണ്? ചപ്പാത്തി വിപ്ലവം എന്ന് അറിയപ്പെടുന്ന 1857 വിപ്ലവമാണ്. അതുപോലെ തന്നെ ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നു. ശിപ്പായി ലഹള എന്നറിയപ്പെടാൻ കാരണം എന്താണ്? അന്നത്തെ ബ്രിട്ടീഷുകാര് നമ്മുടെ ഇന്ത്യൻ സൈനികരെ വിളിച്ചിരുന്നത് ശിപ്പായിമാരായിരുന്നു. ഇപ്പൊ ബ്രിട്ടീഷ് സൈന്യത്തിൽ ഇന്ത്യൻ സൈനികർ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യൻ സൈനികരെ അവര് വളരെ പരിഷ്കരമായ ഒരു സമീപനമാണ് ഇന്ത്യക്കാരോട് അവർ ബ്രിട്ടീഷുകാർ കാണിച്ചത്. അപ്പൊ ഇന്ത്യയില് സേവനം ചെയ്തവരെ ഇത് വിളിച്ചിരുന്നു ശിപ്പായിമാരെന്നാണ് അറിയപ്പെട്ടിരുന്നവര്. അതുകൊണ്ട് തന്നെ 1857 വിപ്ലവ ശിപ്പായി ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ 1857 വിപ്ലവത്തിന് ആദ്യമായിട്ട് ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തില് മംഗൾ പാണ്ഡെയാണ്, പശ്ചിമ ബംഗാളിലെ സ്ഥലമാണ് ഗോരഖ്പൂർ. അപ്പൊ അവിടെ മംഗൾ പാണ്ഡെയാണ് ഈ 1857 ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്ന് ശബ്ദമുയർത്തി പറയുന്നത്. അവരെന്താണ് പറഞ്ഞത്? ഇന്ത്യക്കാരോട് വളരെ വിവേചനപൂർണമായ ഒരു പെരുമാറ്റമായിരുന്നു ബ്രിട്ടീഷുകാർ കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ കുറഞ്ഞ വേതനമായിരുന്നു കൊടുത്തിരുന്നത് ഇന്ത്യക്കാർക്ക്. പിന്നെയെന്ന് വെച്ചാൽ എൻഫീൽഡ് തോക്ക് ഉപയോഗിക്കാനായിട്ട് അത് തുടങ്ങിയിരുന്നു. അപ്പോഴത്തേക്ക് അതിനകത്ത് ഉപയോഗിക്കേണ്ട തിരകൾ എന്ത് വെച്ചിട്ടാണ്? മൃഗക്കൊഴുപ്പ് പുരട്ടിയ തിരകൾ ഉപയോഗിക്കാനായിട്ട് ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ മൃഗക്കൊഴുപ്പ് ഏതിന്റെയൊക്കെ മൃഗങ്ങളുടെയായിരുന്നു? പന്നിയുടെയും പശുവിന്റെയൊക്കെ മൃഗക്കൊഴുപ്പാണ് അതിൽ ഫില്ല് ചെയ്യാനായിട്ട് ഇന്ത്യൻ ഭടന്മാരോട് പറഞ്ഞ് ആ തിരകൾ ഉപയോഗിച്ച് വെടിവെക്കാനായിട്ടാണ് ഇന്ത്യൻ ഭടന്മാരോട് പറഞ്ഞത്. പക്ഷെ എന്നാൽ അവരത് എന്ത് ചെയ്തു? അവരത് തിരസ്കരിച്ചു. അതിൽ പ്രധാനപ്പെട്ട ആദ്യമായിട്ട് അതിനെതിരെ ജെയിംസ് ഹൂസൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനെ വധിക്കാനായിട്ട് തോക്കെടുത്ത് വെടിവെക്കുകയാണ് ഉണ്ടായത് മംഗൾ പാണ്ഡെ. അങ്ങനെയാണ് മംഗൾ പാണ്ഡെയാണ് ആദ്യമായിട്ട് ഇതിനെതിരെ റെസിസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി. അതുകൊണ്ട് തന്നെ മംഗൾ പാണ്ഡെയെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ മംഗൾ പാണ്ഡെയോടുള്ള ആദര സൂചകമായിട്ട് നമ്മൾ തപാൽ സ്റ്റാമ്പ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചു. അതെന്നായിരുന്നു? 1984 അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ട് ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. 50 പൈസയുടെ തപാൽ സ്റ്റാമ്പിലായിരുന്നു ആദ്യമായിട്ട് മംഗൾ പാണ്ഡെ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ മംഗൾ പാണ്ഡെ ആയിരുന്നു ആദ്യമായിട്ട് വിപ്ലവകാരികൾക്ക്, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്തിയ വ്യക്തി. പക്ഷെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്നാണ്? മെയ് 10 മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്, ഉത്തർപ്രദേശ് മീററ്റ് എന്ന സ്ഥലത്താണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. പക്ഷെ ഇവിടെ മംഗൾ പാണ്ഡെയെ സംബന്ധിച്ച് മംഗൾ പാണ്ഡെ മാത്രമേ റെസിസ്റ്റ് ചെയ്തുള്ളൂ. അദ്ദേഹം വെടി വെക്കുകയാണ് ചെയ്തത്. എന്നാൽ വിപ്ലവമായിട്ട് പൊട്ടിപ്പുറപ്പെടുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മീററ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ്. മെയ് 10 അത് 1857 വിപ്ലവം പൊട്ടിപ്പുറം. അത് എല്ലാവരും കൂടെ കൂടിച്ചേർന്നായിരുന്നു. അപ്പൊ ഇവർക്കെതിരെ എല്ലാവരും കൂടെ കൂടിച്ചേർന്നുള്ള ഒരു വിപ്ലവമായിരുന്നു. ആസൂത്രണമായിട്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ ബ്രിട്ടീഷുകാരുടെ പുരകളിൽ നിന്നൊക്കെയുള്ള ആയുധങ്ങളൊക്കെ ആരെടുത്തു? ഈ നമ്മുടെ ശിപായിമാരെടുക്കുകയും അത് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ അങ്ങനെ വിപ്ലവം, കലാപം പല സ്ഥലങ്ങളിലേക്കും കൈമാറി വന്നു. അങ്ങനെ ഡൽഹിയിൽ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഡൽഹിയിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ ബഹദൂർ ഷാ സെക്കൻഡിനെ എന്ത് ചെയ്തു? നിർബന്ധിച്ച് അവിടുത്തെ ചക്രവർത്തിയായിട്ട് വാഴിക്കുകയാണ് ഉണ്ടായത്, ബഹദൂർ ഷാ സെക്കൻഡിനെ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായത് 1857 വിപ്ലവത്തിൽ. നമുക്ക് 1857 വിപ്ലവത്തിന്റെ ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് ഇത് തന്നെയാണ്. 1857 വിപ്ലവമാണ്. അതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 വിപ്ലവമാണ്.
വിപ്ലവത്തിൻ്റെ മംഗൾ പാണ്ഡെ ആണ് ആദ്യമായിട്ട് 1857 വിപ്ലവത്തിലല്ല, ബ്രിട്ടീഷുകാർക്കെതിരെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് മുതിർന്നത്. പക്ഷേ അദ്ദേഹത്തെ ജെയിംസ് ഹ്യൂസൺ എന്ന് പറയുന്ന ആളെയാണ് വധിക്കാനായിട്ട് തോക്കെടുത്ത് വെടിവെച്ചു. പക്ഷേ ജെയിംസ് ഹ്യൂസൺ വധിക്കപ്പെട്ടില്ല. അത് കാരണം തന്നെ മംഗൾ പാണ്ഡെയെ തൂക്കിലേക്കുകയാണ് ചെയ്തത്. മംഗൾ പാണ്ഡെ ആദ്യം അറസ്റ്റ് ചെയ്തു, അതിനുശേഷം തൂക്കിലേറ്റി. അദ്ദേഹം 30 വയസ്സിൽ അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. ഏകദേശം 7-8 വർഷത്തോളം ബ്രിട്ടീഷുകാരുടെ സേനകളിൽ അദ്ദേഹത്തിന് ശിപായിയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ മംഗൾ പാണ്ഡെ പക്ഷെ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്ത് വെച്ചാണ് മെയ് 10-നാണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ 1857 വിപ്ലവത്തിൽ ആദ്യ രക്തസാക്ഷി ആരാന്ന് ചോദിച്ചാരാണ്? മംഗൾ പാണ്ഡെയാണ്. അപ്പോൾ മംഗൾ പാണ്ഡെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി മറ്റ് സ്വാതന്ത്ര്യ സേനാനികളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ബാലൻസ് നമ്മൾ അടുത്ത ദിവസം തന്നെ എടുക്കുന്നതായിരിക്കും. 1857 ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളിത് മിസ് ചെയ്യരുത്. ഈ ഒരു 1857 വിപ്ലവം തീർച്ചയായിട്ടും പഠിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഇതിൻ്റെ ബാലൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കും. അതും നിങ്ങൾ തുടർച്ചയായിട്ട് തന്നെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഓക്കെ, നാളെ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.